ഹായ്. അപ്പോ ഞങ്ങൾക്ക് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ സന്തോഷ വാർത്ത എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ഞാൻ പറയുന്നേക്കാൾ നല്ലത് അമ്മ പറയുന്നതാണ്. അപ്പൊ അമ്മ തന്നെ സന്തോഷ വാർത്ത നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്നെക്കാട്ടും നല്ല ദച്ചു പറയുന്നതല്ലേ? ആ. ദച്ചു പറയട്ടെ. ദച്ചു ദച്ചു പറ. ദച്ചു പറഞ്ഞേ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ചെറിയൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിക്കൊണ്ടാണ്. അപ്പോ അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിൽ നമ്മൾക്ക് ഇതാ യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് എത്ര നല്ല അറിയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ ഈ വീഡിയോന്റെ അവസാനം ഞങ്ങൾ അത് പറയുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ അത് നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. നമ്മുടെ വീഡിയോന്റെ തുടക്കം തൊട്ട് അവസാനം വരെ വീഡിയോസിൽ കമന്റ്സ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സാധിക്കാൻ കഴിഞ്ഞത്. അപ്പൊ വീഡിയോസിന് എപ്പോഴും സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ പേര് ഞാൻ പ്രത്യേകം പറയാണ്. സന്ധ്യ മഹേഷ്, ദീപ, ഇന്ദ്രപ്രസ്ഥം ഹോളിഡേയ്സ്, ശ്രീജ KT, അതേപോലെ തന്നെ M1HAWC, ഇത് ഇത്രയും ആൾക്കാർ സ്ഥിരമായിട്ട് വീഡിയോസിന് കമന്റ്സ് ഇടാറുണ്ട്. അവർ ഒരു ദിവസം ഒഴിയാതെ എപ്പോഴും കമന്റ്, അവരുടെ കമന്റ് ഇല്ലാത്ത ദിവസങ്ങളില്ല. അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞത്. ഇവര് ഞങ്ങളെ വീഡിയോസിന് സ്ഥിരമായിട്ട് കമന്റ്സ്, എല്ലാവരും കമന്റ്സ് ഇടാറുണ്ട്, എന്നാൽ ഇവര് സ്ഥിരമായിട്ട് കമന്റ് ഇടാറുണ്ട്. അതുകൊണ്ടാണ് ഇവരെ പേര് എടുത്ത് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റ് ആണ്, ദച്ചു എന്താ ചെരുപ്പിടാത്ത, ദച്ചുവിന് ചെരുപ്പില്ലേ എന്ന്. ദച്ചുവിന് ചെരുപ്പൊക്കെ ഉണ്ട്, അവള് പുറത്തു പോകുമ്പോൾ മാത്രമേ ചെരുപ്പ് ഇടാറുള്ളൂ, വീട്ടിൽ നിന്ന് അങ്ങനെ ചെരുപ്പ് ഉപയോഗിക്കുകയില്ല. അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും ചെരുപ്പിട്ട് കാണാത്തത്. അപ്പൊ 2-3 ദിവസമായിട്ട് ദച്ചുവിന് അങ്ങനെ വീഡിയോസിലൊന്നും കാണുന്നില്ല. എന്താന്ന് വെച്ചാൽ ദച്ചുവിന് സുഖമില്ല, പനിയാണ്. അപ്പൊ ഒരു 2-3 ദിവസം കൊണ്ട് അവള് ഓക്കെ ആവും. അപ്പൊ വീഡിയോസിലൊക്കെ ഇനിയും അവളെ പഴയ പോലെ തന്നെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ വീഡിയോസിന് സ്ഥിരമായിട്ട് വരുന്ന വേറൊരു കമന്റ് ആണ്, വീട് എന്താ പെയിന്റ് അടിക്കാത്തെന്നുള്ളത്. ഒരുപാടായി വിചാരിക്കുന്ന വീട് പെയിന്റ് അടിക്കണമെന്ന്. അപ്പൊ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അന്നേരം അടിക്കാണ്ടുന്നത്. ഇപ്പൊ ചെറിയൊരു സാമ്പത്തികം കിട്ടിയപ്പോ ഞങ്ങൾ വീടൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ ഞങ്ങൾക്ക് എത്ര പൈസ കിട്ടിയെന്ന് അറിയാൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവണം. മോണിറ്റൈസ് ആയതിനു ശേഷം മാത്രമേ ചാനലിലേക്ക് ഡോളർ വരികയുള്ളൂ. അപ്പൊ മിനിമം $100 ആയാൽ മാത്രമേ പേയ്മെന്റ് വരികയുള്ളൂ. അപ്പൊ തുടക്കത്തിലൊന്നും ഞങ്ങളുടെ $100 ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങനെ 2-3 മാസം കൊണ്ടാണ് ഞങ്ങളുടേത് $100 ആയത്. അപ്പോ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് $110 അങ്ങനെയായിട്ടാണ്. അപ്പൊ അത് ഈ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യാൻ എത്ര പൈസയാവും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോ ഞങ്ങൾക്ക് ആദ്യമായി യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു. പിന്നീട് ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളൊക്കെ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതേപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഒന്നും അറിയാതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, മോണിറ്റൈസ് ആവുന്നതിനെ പറ്റിയോ AdSense പറ്റിയോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളൂ. നമ്മുടെ ദച്ചുക്കുട്ടിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ നീട്ടുന്നില്ല. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.